ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുണ്ടോ എന്നറിയാനാണ് പരിശോധന. ഷുഹൈബിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശോധനകൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അന്വേഷണ സംഘം? എന്തൊക്കെ വിവരങ്ങൾ ഇതിനോടകം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്? ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഇപ്പോൾ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2 വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുക. ഒന്ന്, ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടുകളിൽ തമ്മിൽ പണം കൈമാറിയിട്ടുണ്ടോ എന്നത് കൃത്യമായി അന്വേഷിക്കും. അതോടൊപ്പം തന്നെ MS സൊല്യൂഷനിൽ പലർക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഇന്നലെ ഹക്കീം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ഈ CEO നേരത്തെ വധഭീഷണിയൊക്കെ മുഴക്കിയിരുന്ന അധ്യാപകനായ ഹക്കീം ഇന്നലെ ആരോപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടി ഇതിനകത്ത് ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം ഈ ഒരു MS സൊല്യൂഷനിൽ മറ്റ് കൊടുവള്ളിയിലുള്ള മറ്റ് പലർക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. അതും ഈ ഒരു അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കൂടി ഈ ഒരു അന്വേഷണത്തിലൂടെ സാധിക്കും. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ ഒരു MS സൊല്യൂഷന്റെ സ്ഥാപനത്തിൽ അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു. 6 മണിക്കൂറോളം നീണ്ടുനിന്ന റെയ്ഡായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഈ ഒരു ഷുഹൈബിന്റെ അവരുപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ തന്നെ ഈ ഒരു അന്വേഷണ സംഘം കളക്ട് ചെയ്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ ഒരു ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ ഈ മൊബൈൽ ഫോണിലെ ഡേറ്റ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു MS സൊല്യൂഷന്റെ CEO ആയിരിക്കുന്ന ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ പരിഗണിക്കുകയും ചെയ്യും. ലക്ഷ്മി പത്മ. ലിനറ്റ്, ഇയാൾ ഷുഹൈബ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് സൂചനകൾ വല്ലതുമുണ്ടോ? മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിലടക്കം ഉള്ളവർക്ക് പങ്കുണ്ടോ എന്ന കാര്യം കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരുമോ? തീർച്ചയായും ലക്ഷ്മിയമ്മ, ഇതിനകത്ത് 2 രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന്, ക്രൈംബ്രാഞ്ച് അന്വേഷണം, അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അന്വേഷണം കൂടി ഇതിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് നടക്കുന്നുണ്ട്. രണ്ടിലും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആരെങ്കിലും അധ്യാപകരോ മറ്റ് ആർക്കെങ്കിലും ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഈ കൂടുതലായിട്ട് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു CEOനെ ഈ ഒരു ഒരാഴ്ചയോളമായി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലോ അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലോ ഒന്നും ഷുഹൈബ് ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പകരം ഈ ഒരു വക്കീൽ മുഖാന്തരമാണ്, അഭിഭാഷകൻ വഴിയാണ് മാധ്യമങ്ങളോട് പോലും സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു അന്വേഷണ സംഘം ഇന്ന് ഷുഹൈബിനോട് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് അദ്ദേഹം ഹാജരായിട്ടില്ലെങ്കിൽ ഷുഹൈബിന് ഈ ഒരു ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.